സർവകലാശാലയ്ക്കുള്ളിൽ VC-യുടെ ഓഫീസിന് മുന്നിൽ പ്രവർത്തകരുണ്ട്. എല്ലാ സമരവും സർവകലാശാല കെട്ടിടത്തിനുള്ളിലേക്ക് മാറി ഇവിടെ പ്രവർത്തകർ എത്തിയിരിക്കുന്നു. ഇവിടെ എല്ലാം വലിയ ഇരുമ്പ് വാതിലുകളുണ്ട്, ആ വാതിലൊക്കെ അടച്ചിട്ടുണ്ട്. സർവകലാശാലയ്ക്കുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു. നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്. അവരെ നീക്കം ചെയ്യാൻ പോലീസിന് കഴിയുന്നില്ല. നേരത്തെ പ്രധാന വാതിലിന്റെ മുന്നിൽ നടന്ന അതേ പ്രതിഷേധം സർവകലാശാലയ്ക്ക് ഇവിടെ ഒരു വാതിൽ തുറന്ന് പ്രവർത്തകർ അകത്തേക്ക് കയറി. ഇവിടുത്തെ ഒരു ഇരുമ്പ് വാതിൽ തുറന്ന് പ്രവർത്തകർ അകത്തേക്ക് കയറി വരാന്തയിലൂടെ അകത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഏതൊക്കെ വാതിൽ VC-യുടെ ഓഫീസിലേക്ക് കടക്കാമോ അതെല്ലാം തുറക്കാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തുകയാണ്. ഇതുപോലുള്ള ഇരുമ്പ് വാതിലുകൾ, ഈ ഇരുമ്പ് അഴികളുള്ള വാതിലുകൾ അടച്ചിട്ടിരിക്കുകയാണ്. അത് തുറക്കാനാണ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. അത് തുറന്ന് ഇവിടെയൊക്കെ ഓഫീസാണ്. ഇതുപോലുള്ള ഇരുമ്പ് വാതിൽ തുറന്നാണ് പ്രവർത്തകർ ഇവിടം വരെ എത്തിയത്. അതിന് താഴെ ഉണ്ടായിരുന്ന അത്തരം വാതിലുകളെല്ലാം തുറന്നു. പക്ഷേ ഈ വാതിൽ തുറക്കാൻ പറ്റിയില്ല. അവർക്ക് പോകേണ്ടത് VC-യുടെ ഓഫീസ് മുറിക്ക് മുന്നിലേക്കാണ്. അതിനുള്ള ശ്രമങ്ങളാണ് സർവകലാശാല ആസ്ഥാനത്ത് SFI പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതു വിധേനയും അകത്ത് കയറും എന്നുള്ള പ്രഖ്യാപനമാണ്. പോലീസ് ഇതാ നോക്കുകുത്തിയായി ലാത്തിയും പിടിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാതെ നിർനിമേഷരായി നോക്കി നിൽക്കുകയാണ് സർവകലാശാല ആസ്ഥാനത്തേക്ക്. ലജ്ജിപ്പിക്കുന്ന ഭരണ സംവിധാനം അല്ലെങ്കിൽ ആഭ്യന്തര സംവിധാനം എന്ന് പറയേണ്ടി വരും. ഒരു സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് സുപ്രധാനമായ രേഖകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI പ്രവർത്തകർ ഇരച്ചെത്തിയിട്ടും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പോലീസിന്. ഒപ്പം ആ കെട്ടിടം മുഴുവൻ കയ്യേറുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ട് പോലും പോലീസ് ഇതിൽ ഇടപെടുന്നില്ല എന്ന് വന്നാൽ ഇത് ഒരു സർക്കാർ ആസൂത്രിത സമരമോ എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പോലീസ് നിലവിൽ യാതൊരു ഇടപെടലും അവിടെ നടത്തുന്നില്ല എന്നത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. VC-യുടെ ഓഫീസിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് SFI പ്രവർത്തകർ നടത്തുന്നത്. നൂറുകണക്കിന് SFI പ്രവർത്തകർ തുറന്നു കിടന്ന ജനാല വഴി വലിയ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറിയാണ് ഉള്ളിലേക്ക് എത്തിയിട്ടുള്ളത്. നിലവിൽ മുദ്രാവാക്യം വിളികളുമായി അവിടെ തുടരുകയാണ് പ്രവർത്തകർ. അനന്തൻ, പോലീസ് 1-2 പേരെ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ, അതല്ലാതെ മറ്റാരെയും കാണുന്നില്ല. ഒരു ഇടപെടലും കാണുന്നില്ല. ഒരു ഇടപെടലും ഇപ്പോൾ നടക്കുന്നില്ല. VC-യുടെ ഓഫീസിലേക്ക് പോകേണ്ട കവാടം അതിന് മുന്നിലാണ് ഇപ്പോൾ പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്നത്. ഇവിടെ ഡെപ്യൂട്ടി രജിസ്ട്രാർ കമല കദോളി അവരുടെ ഓഫീസാണിത്. അതിനുള്ളിൽ ജീവനക്കാർ ഇങ്ങനെ ഇട്ട നിലയിൽ ഇരിക്കുകയാണ്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഇതാണ് ഓരോ സെക്ഷന്റെയും അവസ്ഥ. ഈ ഇരുമ്പഴിക്കുള്ളിൽ ഉദ്യോഗസ്ഥരെല്ലാം അകപ്പെട്ട് കഴിഞ്ഞു. അവർക്ക് പുറത്തിറക്കി ഇറങ്ങാൻ കഴിയുന്നില്ല. അവിടെ VC-യുടെ ഓഫീസിലേക്ക് പോകേണ്ട ആ വരാന്തയുടെ ഇരുമ്പ്, നേരത്തെ ഞാൻ കാണിച്ചതുപോലെയുള്ള ഇരുമ്പഴിയിട്ട വാതിലാണ്. അതിനു മുന്നിലാണ് SFI പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. അത് തള്ളി തുറന്ന് VC-യുടെ ഓഫീസിനുള്ളിലേക്ക് കയറാനാണ് അവർ നോക്കുന്നത്. ഏതായാലും അവരെ സംബന്ധിച്ച് വലിയ വിജയമാണ്. പ്രഖ്യാപിച്ചതുപോലെ VC-യുടെ ഓഫീസ് അത് പ്രവർത്തിക്കുന്ന വരാന്തയിൽ വരെ, ആ ഇടനാഴിയിൽ വരെ അവർക്ക് എത്താൻ കഴിഞ്ഞു. സർവകലാശാല കോമ്പൗണ്ടിനുള്ളിൽ പ്രവർത്തകരെ പ്രവേശിപ്പിക്കരുത് എന്നായിരുന്നു പോലീസിന്റെ തീരുമാനം. പക്ഷേ അതൊക്കെ കടന്ന് അവർ കെട്ടിടം മുഴുവൻ കയ്യേറിയിരിക്കുന്നു. ഈ സർവകലാശാലയുടെ മുഴുവൻ ഇതിന് ചുറ്റും SFI-യുടെ പ്രവർത്തകരാണ്. മാത്രമല്ല ഇതിന് നമുക്ക് സർവകലാശാലയുടെ കെട്ടിടത്തിൻ്റെ ഒരു സ്ട്രക്ചർ അറിയാം. അതിന് ചുറ്റും വരാന്തകളും അതിൻ്റെ മുകളിൽ അടുത്ത നിലയിലെ വരാന്തയുമൊക്കെയാണ്. അതിലെല്ലാം SFI പ്രവർത്തകർ കടന്നു കയറി മുദ്രാവാക്യം വിളിക്കുകയാണ്. നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഒരു കിളിവാതിൽ കിട്ടിയതിലൂടെയൊക്കെ, അതും 1ാമത്തെ നിലയിലെ കിളിവാതിലേക്കും അതിലൂടെ വലിഞ്ഞു കയറി കെട്ടിടത്തിനുള്ളിൽ SFI പ്രവർത്തകർ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ പ്രവർത്തകരെ തടയാനുള്ള പോലീസിന്റെ ശ്രമം പൂർണ്ണമായും പാളിയിരിക്കുന്നു. പോലീസ് യൂണിഫോം ഇട്ട് ലാത്തിയും ഷീൽഡുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനപ്പുറം അവരുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. വളരെ ലാഘവത്തോടെ മുഖത്തൊരു നല്ല ചിരിയുമായി ഈ കടുത്ത സമരത്തിലും നിലകൊള്ളുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ഇവരൊക്കെ ലക്ഷ്യമിടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അകത്തുള്ള ജീവനക്കാരെ എങ്കിലും പരിഗണിക്കേണ്ടതുണ്ട്. അവരുടെ മനുഷ്യാവകാശം കൂടി ലംഘിച്ചുകൊണ്ടാണ് നിലവിൽ ഈ സമരം ഉള്ളിലേക്ക് കടന്നിട്ടുള്ളത്. അവർക്കാർക്കും പുറത്തേക്ക് കടക്കാനാവുന്നില്ല. ഉച്ചയൂണ് സമയമാണ്. ഒരാൾക്കും പുറത്തേക്ക് കടക്കാനാവാത്ത വിധത്തിൽ അവരെയൊക്കെ ബന്ദികളാക്കിക്കൊണ്ടുള്ള ഒരു സമരമാണ് നിലവിൽ നടക്കുന്നത്. പോലീസ് ഒരു തരത്തിലും നിയന്ത്രിക്കാനുള്ള ശ്രമമില്ലാത്തതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നത്. അനന്തൻ പറയുന്നത് അനുസരിച്ച് പോലീസ് അവിടെ ഉണ്ട് എന്ന് മാത്രം.